വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാതന്ത്ര്യത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കാണും. അതുപോലെ തന്നെ ത്രിവർണ്ണ പതാക വാനമോളം ഉയർത്തി കാണും. പാനീയങ്ങൾ നൽകി കാണും. പക്ഷേ 50 വർഷങ്ങൾക്ക് മുമ്പോട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ സമരവും ഭഗത് സിംഗിന്റെ ധീരതയും സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ടവും വാരിയംകുന്നനും അലിമുസ്ലിയാരും അമ്പുറത്തങ്ങളും ഉമർക്കാവും എല്ലാവരുടെയും ഇന്ത്യ എന്നായിരുന്നു അവരുടെ പ്രതീകം. പക്ഷേ 1947 നമ്മൾ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ ഇന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ ഇന്ന് വന്ദേ മാതരമോ ജനഗണമനയോ എന്നതിൽ നമ്മൾ വലിയ തർക്കങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, ഒരു മുസ്ലിമിന് തന്റെ വിശ്വാസത്തോടു കൂടി ഈ രാജ്യത്ത് സ്വന്തനായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ദളിതന് അപമാനമില്ലാതെ തുല്യനായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യന് ഭയമില്ലാതെ തന്റെ അഭിപ്രായം പറയാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം ഒരു സംഘടനയോ ഒരു മതത്തെയോ കുറ്റപ്പെടുന്നതല്ല. അത് ഏത് ഭാഗത്ത് നിന്ന് വന്നാലും അത് ഇന്ത്യയുടെ ആത്മാവിന് മുറിവാണ്. ദേശം ഏത് ഭാഗത്ത് നിന്ന് വന്നാലും അത് സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവാണ്. 1947 അവർ പോരാടിയത് വെള്ളക്കാരിൽ നിന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ പോരാട്ടം മറ്റൊന്നിനു വേണ്ടി. ദേശത്തിൽ നിന്നും സ്വാതന്ത്ര്യം, അനീതിയിൽ നിന്നും സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വേർതിരിവിൽ നിന്നും സ്വാതന്ത്ര്യം. കാരണം സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു പതാക ഉയർത്തലല്ല, മറിച്ച് എല്ലാ മനുഷ്യരും തുല്യമായ നിയമം, തുല്യതയോടുകൂടെ ജീവിക്കാൻ